അപ്പോൾ നമ്മുടെ മട്ടൻ്റെ വെള്ളമൊക്കെ ഊർന്ന് പോയിട്ടുണ്ട്. ഇതൊരു ബേസിനിലേക്ക് കൊടുക്കാം. നമ്മുടെ മട്ടൻ ചുക്കയ്ക്കുള്ള മട്ടൻ നമുക്ക് ഒന്ന് മസാല പുരട്ടി വയ്ക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് ഞാൻ ഇട്ട് കൊടുക്കുന്നൊരു 1/4 ടീസ്പൂണാണ്. ഇനി നമുക്കിതിലേക്ക് ചതച്ച ഇഞ്ചി 1/4 ടീസ്പൂൺ, ചതച്ച വെളുത്തുള്ളി 1/2 ടീസ്പൂൺ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 അവർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് മട്ടൻ ചുക്ക തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഗരം മസാല ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഡ്രൈ ആയിട്ടുള്ള 4 പീസ്, 2 കാർഡമം, ക്ലോവ്സ് 5 പീസ് ക്ലോവ്സ്, മല്ലി 1 ടേബിൾ സ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, പെരുംജീരകം 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ പെപ്പർകോൺസ്, ചെറിയ 4 പീസ് സിന്നമൺ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് സ്ലോ ഫയറിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത് തണുപ്പിച്ച് നമുക്ക് പൊടിച്ചെടുക്കണം. നമ്മുടെ ഗരം മസാല റോസ്റ്റായിട്ട് നല്ല വാസന വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗരം മസാല നല്ല ഭംഗിയായിട്ട് റോസ്റ്റായി. നമുക്ക് ഫയർ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. തണുക്കാനായിട്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. നമുക്ക് മസാല ഒന്ന് പൊടിച്ചെടുക്കാം. അടച്ചു വയ്ക്കാം. നമ്മുടെ ഗരം മസാല നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്. നമ്മുടെ മട്ടൻ സുക്ക തയ്യാറാക്കാനായിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മട്ടൻ പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ കുക്കർ ക്ലോസ് ചെയ്ത് വേവിക്കാം. ആദ്യം ഇതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഒഴിച്ചിരിക്കുന്നത് 1/2 കപ്പ് എള്ളിൻ്റെ എണ്ണയാണ്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ മസാല ഇട്ട് മാരിനേഷൻ ചെയ്ത് വെച്ച നമ്മുടെ മട്ടൻ 1 മണിക്കൂറിന് മുമ്പ് നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചതാണ്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ടേ ആവട്ടെ. നമുക്കിതിലേക്ക് 1 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് സോട്ടേ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ നന്നായിട്ട് സോട്ടേ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റോക്ക് അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 കപ്പോളം വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിതൊരു 5 വിസിൽ കേൾക്കുന്നവരെ വേവിക്കണം. അപ്പോഴേക്കും നമ്മുടെ മട്ടൻ നല്ല ടെൻഡറാവും. നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ മട്ടൻ കുക്കായിട്ടുണ്ട്. നമുക്കത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിൻ്റെ ഗ്രേവി റെഡി. നമ്മുടെ മട്ടൻ നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ ചെറിയ ഉള്ളിയും സവാളയും കൂടി വഴറ്റിയെടുക്കാം. പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, എള്ളെണ്ണ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 3 കപ്പ് ചെറിയ ഉള്ളിയാണ്. ഒരു 3 പച്ചമുളക് നെടുകെ പൊളിച്ചതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി വേഗം വാടി കിട്ടാനുമായിട്ട് നമുക്ക് ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മട്ടൻ ബോയിൽ ചെയ്തപ്പോൾ അതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഉപ്പ് ചേർക്കരുത്. പാകത്തിന് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. അത് നമ്മുടെ ചുവന്നുള്ളി ഇങ്ങനെ വഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു കളറ് വന്നം. ഇനി നമുക്കിതിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ചുവന്നുള്ളി കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ആയിട്ട് വേണം നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്.
അത് നമ്മുടെ ഒണിയനൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി തുടങ്ങി. നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 1.5 ടീസ്പൂൺ ജിഞ്ചർ, 1.5 ടീസ്പൂൺ ഗാർലിക് ചതച്ചതാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് സോട്ടേ ആവണം. അപ്പോൾ നമ്മുടെ ഒണിയനും ഗാർലിക്കും എല്ലാം നല്ല സോട്ടേ ആയി. നമുക്ക് ഇതിലേക്ക് മട്ടൻ വേവിച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മട്ടനും അതിൻ്റെ സ്റ്റോക്കും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റോക്കൊന്ന് റെഡ്യൂസ് ആവണം. നമുക്കൊന്ന് നന്നായിട്ട് ഫയർ കൊടുത്ത് റെഡ്യൂസ് ആക്കാം. കുറച്ചൊന്ന് റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗരം മസാല അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ച് ഇതായി. നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചതൊന്ന് റെഡ്യൂസ് ആവട്ടെ. നമ്മുടെ ഗ്രേവി റെഡ്യൂസ് ആയി തുടങ്ങി. കുറച്ചുകൂടി നന്നായിട്ട് റെഡ്യൂസ് ആവണം. നമ്മുടെ മട്ടൻ നല്ല ഡ്രൈ ആയി തുടങ്ങി. കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫയറെല്ലാം ഓഫ് ചെയ്യാം. നമ്മുടെ മട്ടൻ ചുക്ക അങ്ങനെ നല്ല ഡ്രൈ ആയി, വളരെ കുറച്ച് കൂടി ഡ്രൈ ആയി കഴിഞ്ഞാൽ സൂപ്പറാവും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവട്ടെ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ മട്ടൻ നന്നായിട്ട് ഡ്രൈ ആയി. മല്ലിയിലും കൂടി വിതറി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. ഇതാ നമ്മുടെ മട്ടൻ ചുക്ക തയ്യാറായി കഴിഞ്ഞു. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. ഫയറെല്ലാം ഓഫ് ചെയ്യാണ്. നമ്മുടെ മട്ടൻ ചുക്ക നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. ചുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഡ്രൈ ആണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ആയിട്ടാണ്. ഇതിലധികം മസാലയൊന്നും വരില്ല, വളരെ കുറച്ച് മസാലയേ ഉള്ളൂ. നമ്മളാ പൊടിച്ച് ചേർത്ത് റോസ്റ്റ് ചെയ്ത് ചേർത്ത മസാലകളാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മളെടുത്ത് 700 ഗ്രാം മട്ടനായിരുന്നു. നമുക്കിതിലേക്ക് കുറച്ചുകൂടി മല്ലിയില മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കാം. നമ്മുടെ രുചിയേറിയ മട്ടൻ ചുക്ക അടിപൊളി ആയിട്ടാണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവാതിരിക്കില്ല. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. താങ്ക് യു.